ഇമോജിക്ക് മാറ്റുണ്ടോ? ഹലോ ഹബീബി വാനക്കിന്ത ഹലോ എവിടെ പോവാ? കൊല്ലൂര് പോവാ. നമ്മള് കൊല്ലൂര് പോവാ. അമ്മയെ കാണാൻ പോവാ. എവിടെ പോന്നിട്ട് അയ്യോ 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 അയ്യമ്മ അയ്യമ്മ. വേറെ എവിടെയെല്ലാം പോകുന്നുണ്ടാ? കുടജാദ്രിയിൽ എന്താ പോവാതെ? കുടജാദ്രിയിൽ ഇപ്പോൾ പോയാൽ മഴയാണ്, ചീപ്പാണ്. നടന്നു കാരണം നീയാ എത്ര മണിക്കൂർ നടക്കും? 4 മണിക്കൂർ നടക്കുമോ? എപ്പോ എല്ലാ കൊല്ലവും മൂകാംബികയിൽ വരുമ്പോൾ മഴയുടെ സീസൺ നോക്കിയിട്ട് വരും. എന്നിട്ട് ഇടത്തുമ്പോ കുടജാദ്രി പോണ്ട കാര്യം പറയുമ്പോൾ മഴയാണ്, പോവാൻ ബുദ്ധിമുട്ടാണ്. എത്ര പ്രാവശ്യമായി അറിയാൻ പറ്റിക്കുന്നു. ഈ കട്ടറല്ലേ നമ്മള് ചാടിയത്? ഒറ്റ ചാട്ടം ഇതൊന്നല്ല. ഞാൻ കടന്നിട്ടുണ്ടായി അങ്ങാട്ടിനാണ് ഒരു കാടിന്റെ ഭാഗത്ത് ചിരിയെല്ലാം വരുന്നത്. എവിടെയെല്ലാം പെട്രോൾ പമ്പിലുണ്ടല്ലോ കാടില്, കാട്ടിന്റെ നടുവിൽ. ഫോറസ്റ്റ് ആണ് ഗൈസ്. പമ്പിന് ഉള്ളിൽ പെട്രോൾ ഉണ്ട്. ഞങ്ങള് നൈറ്റ് 9:30 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയത് 10-11:30 ആകുമ്പോഴാണ് നമുക്ക് റൂം കിട്ടിയാറാവും ഗൈസ്. അത്രയ്ക്ക് തിരക്കായി. ഇനിയിപ്പോ അവിടെ പോയാലറിയാം. ഞാൻ അടുത്ത് ഇവിടെ പോയാലറിയാം അവിടുത്തെ അവസ്ഥ. നമുക്ക് ഇവിടുന്ന് പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത എവിടെയും റൂം കിട്ടിയില്ല. 4,500 റേറ്റ് പറഞ്ഞ്. അപ്പോൾ പിന്നെ എന്നിട്ട് ഞങ്ങൾ ജഡ്കൽ പോയി, അവിടെയും സെയിം റേറ്റ് അങ്ങനെ തന്നെ പറഞ്ഞത്. ബയന്ദൂർ പോകുമ്പോഴത്തേക്ക് നമുക്ക് റൂം കിട്ടിയില്ല. എന്നിട്ട് കുന്താപുരം പോയി, അവിടെ നിന്നാണ് 2 മണിക്കൂർ കഴിഞ്ഞു ഗൈസ് ഞങ്ങൾക്ക് റൂം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പം അവിടെ നിന്നാണ് ഫ്രഷായിട്ട് വരണേ അമ്പലത്തിലോട്ട്. രാത്രി ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കണ്ടില്ല. ഫുൾ ഇരുട്ടായിരുന്നു ഗൈസ്, ഫുൾ ഇരുട്ടമയായിരുന്നു ഗൈസ്. പറക്കുന്നു ബസ്സിൽ. എക്സ്പ്രസ് ആണല്ലോ. എന്നാലോ ചെറിയ റോഡല്ലേ? പിന്നെ ഈ റോഡ് തമിഴ്നാട്. ഏത് റോഡിലെ കൂടി ആയാലും വളവൊന്ന് നോക്കി ശ്രദ്ധിച്ചു പോകണ്ടേ? എന്ത് വലിയ എക്സ്പ്രസ് ആയാലും. ഞങ്ങള് അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിട്ടിട്ട് ഫുഡ് കഴിക്കണല്ലോ ഗൈസ്. ഫുള്ള് ആളുണ്ട്. അയ്യോ വിശന്നിട്ട് മേല. ഇന്നലെ ഒരു രക്ഷയില്ലാണ്ട് ഒരു പ്ലെയിൻ ദോശയില്ല. അത് വലിയ കോമഡിയാണ്. ഞങ്ങള് പ്ലെയിൻ ദോശ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഇരുന്നിട്ട് 1/2 മണിക്കൂർ ഇരുന്നിട്ടാണ് ഫുഡ് കിട്ടിയത്, കഴിക്കാൻ കിട്ടുന്നത്. അവർ നെയ് റോസ്റ്റ് ആക്കിയിട്ട് വന്നപ്പോൾ ഓർഡർ എടുത്ത ആൾക്കാർ മുങ്ങി. ഓർഡർ എടുത്ത ആൾക്കാരില്ല. എന്നിട്ട് പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാൻ വന്നിരിക്കുന്നത്. കൈ നെയ്യ് മണക്കുമ്പോൾ നമുക്ക് അറിയാലോ, നെയ് റോസ്റ്റ് കാണുമ്പോൾ നമുക്ക് അറിയില്ലേ. അപ്പം അങ്ങനെ പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞിട്ട് നെയ് റോസ്റ്റ് കഴിച്ചിട്ട് വന്നു ഞങ്ങൾ. നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. ഹെൽത്തിന് നല്ലല്ലേ? പക്ഷെങ്കിൽ എന്നാലും അതല്ല, നമ്മൾ ഓർഡർ എടുത്ത സാധനം അല്ല നമുക്ക് കിട്ടിയേ. റോഡ് ക്ലോസാ കർണാടകത്തിൽ വരുമ്പോഴത്തേക്ക് കന്നഡ അറിയുന്ന ഗൈസ്. അതിനല്ലേ ഞാൻ പറഞ്ഞേ, എവിടെയെങ്കിലും പോകാൻ എന്തെങ്കിലും അതും കൂടി പോയി തീർത്തിട്ട് നേരെ വണ്ടി കഴുകിയിട്ട് സർവീസിന് കൊടുത്ത് കഴുകി റെഡിയാക്കിയിട്ട് കുറച്ച് കയറ്റിക്കും. ഇതെന്തുവാ എന്തോന്നേ വഴി മാറടാ. പക്ഷെ ഇത് രാത്രിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. രാത്രിക്ക് ഈ പകലിളക്കി വിടുന്നതാന്ന് തോന്നുന്നു.
അപ്പൊ ഈ നായ്ക്കളെ ഇളക്കി വിടുന്ന സമയം വിടുന്ന പോലെ ഇളക്കി വിട്ടാൽ ഇവര് തിരിച്ചു വരുവാ? അതേപോലെ പോകും. വേറെ ലെവല് ഗൈസ്. പശു അല്ലേ അല്ല കാളയാ? കാള. നന്ദി ചോപ്പ് ഉണ്ടാവും. ഒരു കളവ്. അപ്പൊ ഓക്കെ, ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ അവസ്ഥ എന്താന്ന് നോക്കട്ടെ. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമോ ഒന്നും അറിയില്ല. എന്ത് വന്നാലും ഞാൻ ഇന്ന് കയറി തൊഴുതിട്ടല്ലാണ്ട് ഞാൻ വീട്ടിൽ പോവില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ആയാൽ പോലും. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്താന്ന് നോക്കട്ടെ. ഇനി എത്ര മണിക്കൂർ അവിടെ ക്യൂ നിൽക്കണമെന്നൊന്നും ഒന്നും അറിയില്ല. പോയാൽ മാത്രമേ അറിയുള്ളൂ. ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു. ആളും ബഹളും വണ്ടിയും എന്തുവാ ചുമ്മാ കളിയായിക്കൊണ്ടിരിക്കുന്നത്. വളവളവളയല്ല. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ ഓരോന്നും കാടും പടലും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കാം. ഓക്കെ. എവിടെ നോക്കിയാലും പോത്തുകൾ മാത്രം ഗൈസ്. പോത്തല്ല, കാള. സോറി, കാള. കാളയും പശുക്കളും. അവിടെ ഇവിടെ എല്ലാം റോഡ് വീതി കൂടുന്നുണ്ട് തോന്നുന്നു. അപ്പൊ അവിടെ ഇവിടെ എല്ലാം റോഡ് അങ്ങനെ ഇങ്ങനെ കിടക്കുക. ഇന്നലെ വെറും ചളിപൊളിയായിരുന്നു. ഇന്ന് കുറച്ചൊരു മാറ്റം. എന്തോ ഞാൻ പറയുന്നതിനെല്ലാം എതിര് പറയുന്നത് ഇടിക്കും ഞാൻ കേട്ടാ. പശുവാണ്. അത്രയും കുഞ്ഞി കാളയാ. എന്തുവാടാ പറയാൻ പറ്റില്ല. ഇപ്പൊ കുഞ്ഞിനെ വലുതാവില്ലേ? ഞാൻ വിചാരിച്ചു വലുതെന്ന കുഞ്ഞാവുന്നുണ്ട്. സെലീന അടുത്ത എക്സ്പ്രസ് ഗൈസ്. വണ്ടിന്റെ പേരിലും വായിച്ചിട്ട് ഇതാ പോന്ന. രാത്രിക്കൊക്കെ ഇതിനെ കാണി പകലാ രസം തോന്നും. ടെമ്പിൾ. ഓ, അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ട, നമുക്ക് വരുമ്പോ എടുക്കാം.
നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മളവിടെ എത്തി, അമ്പലത്തിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്, നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 1 hour കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണേ കേട്ടോ. നമ്മുടെ താലത്തിൽ താമരയൊക്കെ വാടിത്തുടങ്ങി. പിന്നെ ഒരു 2-2.5 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റിയത്. ദേവട്ടനൊക്കെ കാലുവേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ കമ്പിയുടെ ഇടയിലേക്ക് കൂടെ കയറിയിട്ട് ഉള്ളിൽ കയറിയിട്ട് അകത്ത് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഈ ക്യൂ പോണതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അമ്പലത്തിന് പുറത്ത് തന്നെ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഓരോ ഗോഷ്ഠി കാണിക്കണതായി കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിനിടയ്ക്ക് എന്തോ പിന്നെ ഒരു എഴുന്നള്ളത്ത് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ തൊഴുതിറങ്ങി കേട്ടോ. ഉള്ളിൽ പിന്നെ ക്യാമറ ഫോണൊന്നും അലൗഡ് അല്ല എന്നല്ല, നമുക്ക് അതിനുള്ള സമയം പോലും ഇല്ല. ഫോണൊന്ന് കയ്യിലെടുക്കാൻ പോലുള്ള സാവകാശം നമുക്ക് അതിനകത്ത് കിട്ടൂല. എന്നുവെച്ചാൽ അത്രയും ആ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ നമ്മളവിടെ നടയിൽ കയറി തൊഴുതിട്ട് പുറത്തിറങ്ങണം എന്ന് വെച്ചാൽ അമ്പലത്തിന് പുറത്തോട്ടല്ല, അവിടുന്ന് നടയിൽ നിൽക്കാനോ ആക്കാനോ ഉള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഇത്രയും മണിക്കൂറുകൾ നിന്നിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബാക്കിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ, തള്ളി മറിച്ചിടുക ലാസ്റ്റ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് കാണാം അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ട് 2 ആൾക്കാർ, കർണാടകയിലുള്ള ആൾക്കാർ തന്നെയാണ്, 2 ആൾക്കാർ വെച്ചിട്ട് തല്ലുണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് വഴക്കുണ്ടാക്കുക നടയിലെത്തിയതിന് ശേഷം. അപ്പോൾ അത്രയും ആ ഒരു പ്രഷറിൽ നിൽക്കുന്ന ആൾക്കാർ, അത്രയും മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് കയറാൻ പോണതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. അപ്പോൾ ഇതേണ്ട നമ്മൾ കൊല്ലൂരിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി മുഖമൊക്കെ കഴുകിയപ്പോൾ ഭദ്രകാളി ലുക്കായി ഗൈസ്. സാറ് ഡ്രസ്സൊന്നും മാറിയില്ല, ഞാൻ മാറി. എനിക്ക് വയ്യാത് ഉടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി. ചൂട് എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനത്തെ ചൂട്, ഇങ്ങോട്ടൊന്നും മഴ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനത്തെ ചൂട്, കരിപുരണ്ട ജീവിതം എന്ന് പറയുമ്പോൾ കരി പെരങ്ങി പണ്ടായിരുന്നു മുഖം കഴുകിയപ്പോൾ. അപ്പോൾ നമ്മൾ വേറെ എവിടെയും പോയില്ല, നമ്മൾ നേരെ കൊല്ലൂർ പോയി. ഒരു എത്ര മണിക്കൂർ, 2-2.5 മണിക്കൂർ ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറി. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു പറഞ്ഞാൽ അത്രയും തിരക്കുണ്ടായിരുന്നു. 2-2.5-3 മണിക്കൂറിന് അടുപ്പിച്ച് നമ്മൾ ക്യൂ നിന്നിട്ടാണ് അമ്പലത്തിൽ കയറി തൊഴുത്. പക്ഷെ നല്ല രീതിയിൽ തൊഴുത് പ്രാർത്ഥിക്കാനൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തിരിച്ചു പോവുക ഗൈസ്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോവുക. അപ്പോൾ ഓക്കെ, എന്നാ ചീത്ത പറയുന്നത് വീഡിയോ ഇടാത്തതിന്. ഇതിങ്ങനെ എല്ലാ വീഡിയോസും ഞാൻ എവിടെ പോയാലും ഞാൻ വീഡിയോ എടുക്കും, പക്ഷേ വീഡിയോ ഒറ്റ ഒന്ന് പോസ്റ്റ് ചെയ്യില്ല. അതിന് തന്നെ ഞാൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഗൈസ്. ഇതേ ഒരാളെല്ലാം സൈഡ് ഡ്രസ്സെല്ലാം അയച്ചിട്ടാണ് വണ്ടിയിലിരിക്കണം ഗൈസ്, ചൂടായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ യാത്ര? ഹലോ, ഇങ്ങോട്ട് പിന്നെന്നാ ഓക്കെയല്ലത്? വണ്ടിയിൽ കയറുമ്പോൾ തിരിച്ച് പോവാൻ കയറുമ്പോഴത്തേക്കും ദൈവത്തിന് തലവേദന ആകുമ്പോൾ ആകെ വയ്യാണ്ട് പോവാ. അപ്പോൾ അതിൻ്റെ എന്താ പറയണേ, വയ്യാത്തതിൻ്റെ. നമ്മളൊരു എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ വാടിക്കുഴഞ്ഞ് ആളുകൾ വണ്ടിയിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ, ബാക്കിയുള്ളവർക്ക് കാണുന്നവർക്കാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റ, ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ. ടാറ്റ. ഒറ്റ എണ്ണത്തിനൊരു ഉഷാറില്ല ഗൈസ്. ടാറ്റാ.